അപ്പോൾ ഇന്ന് പറമ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് വട്ടമാങ്ങ പറക്കി കൊണ്ടുട്ടോ. ഒരു 10-100 മാങ്ങ ഞാൻ പറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു 10-12 മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് മാങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സീക്കുട്ടിക്ക് ഒരു പണി കൊടുത്തുട്ടോ. 2 കേക്ക് ഉണ്ടാക്കുന്ന ട്രേ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടി വെളുത്ത എള്ളുണ്ടല്ലോ അത് ഞാനിവിടെ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞ് പണി കൊടുത്തേക്കാണ്. പിന്നെ 1 കപ്പ് കോൺഫ്ലവർ 1 കപ്പ് ഫുൾ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ 3/4 കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതൊന്ന് അടിയിലേക്ക് പിടിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കണം. അതുപോലെ തന്നെ ഈ മാങ്ങ നല്ല പഴുത്തതായിരുന്നു. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. 3 പ്രാവശ്യമായിട്ട് മിക്സിയിൽ അടിച്ചു. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടോ. ഇനിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ. അതിലേക്ക് നമ്മൾ മിക്സിയിൽ തയ്യാറാക്കി അരച്ചെടുത്ത മാംഗോ പൾപ്പ് ഇട്ടു. അതുപോലെ തന്നെ കോൺഫ്ലവർ നന്നായിട്ട് കലക്കിയിട്ടുണ്ടല്ലോ അതും ചേർത്തു. അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ ആ ബൗളിൽ ഒരു ഏകദേശം അരപാത്രത്തോളമാണ് കേട്ടോ എടുത്തത്. ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഞാൻ തീ കത്തിച്ചുള്ളൂ. പാൻ ഫുള്ളായതുകൊണ്ട് ഇളക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി മധുരമാവാമെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ എല്ലാ പഞ്ചസാരയും കൊണ്ട് ഇടണ്ട, മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കളറുണ്ട് ഹൽവയ്ക്ക് കിട്ടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഓറഞ്ച് കളർ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ ഓൾറെഡി എല്ലാ കളേഴ്സും ഉണ്ട്. ഒരു ഡ്രോപ്പാണ് ആഡ് ചെയ്തത്. അതൊരു ഡ്രോപ്പ് ഇട്ടെങ്കിലും ഞാൻ വിചാരിച്ച കളറിലോട്ട് വന്നില്ല. അതുകൊണ്ട് പിന്നീട് ഞാനൊരു ഡ്രോപ്പും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നെയ്യ് നമ്മളിങ്ങനെ അല്പാൽപമായിട്ട് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കണം, ഒരുമിച്ച് ഒഴിക്കരുത്. ഇനി നമുക്ക് ഇത്രയ്ക്കേ പണിയുള്ളൂ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2ാമത്തെ ഒരു തുള്ളി കളറും കൂടി ആഡ് ചെയ്തുകൊണ്ട് വന്നു. ആകെ 2 ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ കളർ ഇട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഞാൻ വിചാരിച്ച കളർ വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇങ്ങനെ നെയ്യ് ചേർത്തുകൊണ്ട് നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് പൊട്ടിത്തെറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇത് ഫുള്ളായതുകൊണ്ട് എനിക്ക് ഇളക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫാറ്റാണ്. ടേസ്റ്റ് വേണം താനും. നെയ്യ് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ടേസ്റ്റ് കുഴപ്പമില്ല, കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ ആരോഗ്യമാണ് മുഖ്യം. ഇത് ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട സൈഡൊക്കെ അത് ഇങ്ങനെ വിട്ടൊക്കെ അതേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശം പരിവായിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മുമ്പ് ഞാനൊരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാം പരിപ്പും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും അതിനകത്ത് ഇട്ടിട്ടോ. ഞാൻ ആക്ച്വലി വെളുത്ത എള്ള് മാത്രം ഇട്ടാൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വെള്ള എള്ള് എങ്ങനെയും ചിലവാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സീക്കുട്ടി പറഞ്ഞു നട്ട്സൊക്കെ ഇടാം എന്നാലേ അത് ഹൽവയായിട്ട് തോന്നുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നട്ട്സും കുറച്ച് ബദാം പരിപ്പും ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഹൽവേനെ നമ്മൾ ഗ്യാസ് അടുപ്പുമേന്ന് ഇറക്കി നമ്മളതേ പാനിലോട്ട് സെർവ് ചെയ്യാൻ കേട്ടോ. ആക്ച്വലി 2 എണ്ണം ഞാൻ സിയനെ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണത്തിലേക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു. അതിന് കുറച്ചൊരു ഡെക്കറേഷൻ വർക്കാണ് കേട്ടോ. നമ്മൾ സ്പാച്ചിലിയോ സ്പൂണൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല കറക്റ്റാക്കുക. എന്നാലാണ് അത് കമഴ്ത്തുമ്പോൾ നല്ല ഭംഗിയിൽ വരുള്ളൂ. അങ്ങനെ ഞാനത് അവിടെ ഒന്ന് വെച്ചു. കുട്ടിയാണെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം തരുന്നില്ല. അമ്മ ഇതിപ്പോൾ തന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇന്നലെ മാങ്ങാത്തരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടിയും ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് അതും തിന്നാൻ കിട്ടിയില്ല. അപ്പോൾ ഇതും ആവാണ്ടായപ്പോൾ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു 1.5 മണിക്കൂറായപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഞാനത് റെഡിയാക്കി എടുത്തു കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. വെള്ള എള്ളാണല്ലോ നമ്മൾ അടിഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റിനും ഒരു കുഴപ്പമില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കോൺഫ്ലവർ ഇട്ടത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിപ്പോയി. എൻ്റെ ഒരു ദൃഷ്ടിയിൽ ഹലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടിയും ഹാർഡ്നെസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ മാങ്ങയുള്ളത് കൊണ്ട് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അരിപ്പൊടി വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിനേക്കാളും ബലം വരുന്നു തോന്നുന്നു. അപ്പോൾ
പല്ലിന് പ്രശ്നമുള്ളവർക്ക് ഒക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള അലുവയാണ് കൂടുതൽ ഇഷ്ടം.